ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സി പി സർ. സുഖാണല്ലോ അല്ലേ? അങ്ങനെ പോകുന്നു മാഡം. പിന്നെ ഒരു അപേക്ഷയുണ്ട്. മാഡം എന്നെ സാറെന്ന് വിളിക്കരുത്. മാഡം ഈ നാട്ടിലെ MLA അല്ലേ? എന്നെക്കാളൊക്കെ എത്രയോ മുകളിലായിപ്പോ. എന്നാലും സി പി സാർ എന്ന് വിളിച്ച് അതങ്ങ് പതിഞ്ഞുപോയി. പിന്നെ പേരിലും സംബോധനയിലും അല്ലല്ലോ കാര്യം. അരുന്ധതി മാഡത്തിന്റെ കമ്പനിയിലെ സ്റ്റാഫായിരുന്ന എന്നെ സാർ ദേവിക എന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ അതിന് മാറ്റം വന്നല്ലോ. അതെ അതെ മാഡം. നന്ദന്റെ കാര്യം എന്തായി? എവിടെ ഉണ്ടെന്നെങ്കിലും സൂചന കിട്ടിയോ? എവിടെയുണ്ടെന്ന് അറിയില്ല. പക്ഷെ ആപത്തൊന്നും കൂടാതെ എവിടെയോ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. നന്ദു ചില ഉദ്ദേശങ്ങളോടെ വീട് വിട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാനാ ഞാൻ സി പി സാറിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. എന്താ മാഡം? നന്ദുവിന്റെ മിസ്സിങ്ങിനെ തുടർന്ന് നന്ദുവിന്റെ അലമാരയും ഡയറിയും ഒക്കെ പരിശോധിച്ചു. എന്തെങ്കിലും സൂചനകൾ കിട്ടുമോന്നറിയാൻ. ഡയറിയിൽ ഒരു കുറിപ്പ് കണ്ടു. എന്താണ് മാഡം? കുറെ പേരോട് പകരം വീട്ടാനുണ്ടെന്ന് ആ കുറിപ്പിൽ എഴുതിയിരുന്നു. അത് സത്യമാണോ? അതില് പ്രധാനമായൊരു പേര് ആരുടെയാണെന്നറിയോ? ആരുടെ മാഡം? അരുന്ധതി മാഡത്തിന്റെ. അല്ല മാഡം, അത് അരുന്ധതി മാഡത്തെ കൊല്ലുമെന്ന്. സത്യമാണോ മാഡം? സത്യം. ഈ വിവരം എത്രയും പെട്ടെന്ന് മാഡത്തെ അറിയിക്കണം. ഞാൻ വിളിച്ചു പറയുമായിരുന്നു. പക്ഷേ അന്നത്തെ തർക്കത്തിന് ശേഷം മാഡത്തിന് എന്നോട് പരിഭവമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജാഗ്രതയോടെ ഇരിക്കാൻ അരുന്ധതി മാഡത്തെ അറിയിക്കണം. ഞാൻ ഇപ്പൊ തന്നെ അറിയിക്കാം മാഡം. നന്ദന്റെ നീക്കങ്ങൾ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അതൊന്ന് വിളിച്ച് പറയണേ. അരുന്ധതി മാഡത്തെ സുരക്ഷിതമായ ഏതെങ്കിലും താവളത്തിലേക്ക് മാറ്റാനാ. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് അറിയിച്ചോളാം സി പി സർ. ഞാനിന്നാ പെട്ടെന്ന് തന്നെ മാഡത്തെ കാണട്ടെ. മാഡം ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. എന്താ സി പി സർ? ആ കുറിപ്പിൽ മറ്റാരെങ്കിലും പേരെഴുതിയിട്ടുണ്ടോ? പേടിക്കണ്ട, സി പി സാറിന്റെ പേരില്ല. ഓ, ഓഫീസില് വല്ലാതെ കഷ്ടപ്പെടുത്തിയെന്ന് ഏതൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ മറ്റാരുടെയും പേര് പറയുന്നില്ല. അന്ന് ഞാൻ സ്നേഹം കൊണ്ടായിരുന്നു മാഡം നന്ദനെ ശാസിച്ചത്. ഒക്കെ അറിയാം. സി പി സർ ചെല്ല്. എന്നാ ശരി മാഡം.